here in the helicopter and then driving to the public meeting. And I want to say, what a beautiful place this is. ഞാൻ ഹെലികോപ്റ്ററിൽ കൂടി ഇവിടെ പറന്ന് വരികയായിരുന്നു, അതുപോലെ റോഡിലൂടെ ഇങ്ങോട്ട് വരികയായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്, എന്ത് മനോഹരമായ ഒരു സ്ഥലമാണിത്. Very beautiful. And I am very, very happy to be here today. Always coming to Kerala is always a joy. Even more so now, because for the last 5 years, my brother has made it his second home. And he always tells me so much about Kerala, about all of you, how much he loves to come to Wayanad and to Kerala. കേരളത്തിൽ വരുന്നത് എല്ലായ്പ്പോഴും എപ്പോൾ കേരളത്തിൽ വന്നാലും സന്തോഷമുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ 5 വർഷങ്ങളായി കേരളത്തിൽ വരുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ സഹോദരൻ വയനാട്ടിൽ നിന്ന് ജനപ്രതിനിധി ആയത് മുതൽ അദ്ദേഹം എല്ലായ്പ്പോഴും കേരളം എത്ര മനോഹരമാണ്, കേരളത്തിലെ ആളുകൾ എത്ര നല്ലതാണ്, അദ്ദേഹത്തിന് എത്രമാത്രം കേരളം ഇഷ്ടമാണ്, കേരളം എത്രമാത്രം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വീടാണ് എന്നെല്ലാം എന്നോട് സ്ഥിരം പറയാറുണ്ട്. On my way here, Anthony ji was telling me of how beautifully all of you live in harmony, whether you are Hindus, Muslims, Christians, everybody in this area lives in great harmony and peace. And he was telling me how all festivals are celebrated together with great happiness here. എന്നോട് ശ്രീ ആന്റണി പറയുകയായിരുന്നു, ഇവിടെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും പത്തനംതിട്ടയിലെ ജനങ്ങൾ എത്ര സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും പരസ്പര ഐക്യത്തോടും കൂടിയാണ് ജീവിക്കുന്നതെന്നും എല്ലാ ആഘോഷങ്ങളും എങ്ങനെയാണ് ഒരുമിച്ച് ആഘോഷിക്കുന്നതെന്നും അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു. Our country is such a vast country. We have different religions, different languages, different ethnicities, all sorts of different cultures in one large, huge country called India. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞ വളരെ മഹത്തായ ബൃഹത്തായ ഒരു രാജ്യമാണ്. പല സംസ്കാരങ്ങൾ, പല ഭാഷകൾ, പല കാലാവസ്ഥകൾ, പല വംശീയതകൾ, ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ബൃഹത്തായ മനോഹരമായ ഒരു വലിയ രാജ്യമായ ഇന്ത്യയിൽ അടങ്ങിയിരിക്കുന്നു. And very few people today realize what a big achievement it is that we have come so far peacefully, with harmony, living happily with each other. സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി പരസ്പര പൊരുത്തത്തോടുകൂടി ഐക്യത്തോടുകൂടി നമ്മൾ ഇത്ര കാലം ഇന്ത്യ എന്ന രാജ്യം മുൻപോട്ട് വന്നത് എത്ര വലിയ ഒരു നേട്ടമാണെന്ന് ഇന്നത്തെ കാലത്ത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. And even less people realize that the single biggest thing that has kept us together and that has ensured steady progress for our country, that differentiated us from all the other countries around our region like Pakistan, Bangladesh, was the fact that we are a democratic country. അതുമാത്രമല്ല, ഈ രാജ്യത്ത് അതിലും വളരെ കുറച്ച് ആളുകൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പോലെയുള്ള നമ്മുടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത്, നമ്മളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നത്, നമ്മളെ എല്ലാവരും മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇന്ത്യയിലെ ജനാധിപത്യമാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നുള്ള വസ്തുത വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇന്ന് മനസ്സിലാക്കുന്നുള്ളൂ. People say in the opposition, BJP leaders all the time say, what was done in 70 years? I think the greatest achievement in 70 years is visible in the fact that we created a strong and vibrant democratic nation. Look at Pakistan. Look at the country that became free at the same time as us. Where is it and where are we? ഇവിടെ BJPയും ഇവിടുത്തെ ഓപ്പോസിഷൻ പ്രതിപക്ഷ എതിർ പാർട്ടികൾ കൂടുതൽ നമ്മളോട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, കഴിഞ്ഞ 70 വർഷമായിട്ട് ഈ രാജ്യത്ത് എന്താണ് ചെയ്യുന്നത്. എനിക്ക് അവരോട് പറയാൻ ആഗ്രഹമുണ്ട്, ചുറ്റുപാടുമുള്ള പാകിസ്ഥാനിലും നമ്മുടെ അതേ സമയത്ത് സ്വാതന്ത്ര്യം ലഭിച്ച പാകിസ്ഥാനെ നോക്കൂ, ബംഗ്ലാദേശിലേക്ക് നോക്കൂ. ഈ 70 വർഷം ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഇവിടെ സക്രിയമായ ജീവനുള്ള ഒരു ജനാധിപത്യം സംരക്ഷിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു എന്നതാണ് കഴിഞ്ഞ 70 വർഷങ്ങളിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം. Our success as a democratic country over the last 70 years ensured that we have been strong, we have been a united nation, and we have progressed more than all the other nations around us. നമ്മൾ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ നമ്മുടെ ഇത്രയും നാളത്തെ പ്രവർത്തനം കാണിക്കുന്നത് നമ്മൾ ശക്തമാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള ജനാധിപത്യമില്ലാത്ത മറ്റു രാജ്യങ്ങളിലേക്കാൾ നമ്മൾ വളരെയധികം മുൻപോട്ട് സമൃദ്ധമായി മുൻപോട്ട് പോയിട്ടുണ്ട് എന്നാണ് നമ്മുടെ ജനാധിപത്യം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളെ കാണിച്ചു തരുന്നത്. Those who fought for our freedom ensured that they made strong institutions to protect those freedoms, whether it was the judiciary or the media that had a lot of freedom,
or the parliament. These were all institutions that were created in order to keep our democracy strong so that our nation could progress. നമ്മുടെ രാജ്യത്തെ രാജ്യമാക്കി മാറ്റിയ മനുഷ്യർ, ഇവിടെ ജനാധിപത്യം സ്ഥാപിക്കാൻ താല്പര്യമെടുത്ത മനുഷ്യർ, ജുഡീഷ്യറി, നമ്മുടെ നിയമ സംവിധാനം, മാധ്യമങ്ങൾ, അതുപോലെ മറ്റെല്ലാ സംവിധാനങ്ങളെയും ഈ രാജ്യത്തെ ജനാധിപത്യം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് അവർ ഈ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത്. We are proud of the constitution we have, which gives an equal right of citizenship in our country to a poor farmer in a far-off village somewhere and to the Prime Minister of the country or to anybody else in the nation. Everybody, every single citizen has an equal right, and that right is expressed in his vote. ഈ രാജ്യത്തെ ഒരു ദരിദ്രരായ കർഷകർക്കും ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്കും തുല്യാവകാശങ്ങൾ, ഈ രാജ്യത്തെ എല്ലാ പൗരർക്കും തുല്യാവകാശങ്ങൾ നൽകുന്ന ഭരണഘടനയെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ആ ഭരണഘടനയാണ് ഈ രാജ്യത്തെ ഓരോ പൗരർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുന്നത്, തുല്യാവകാശം നൽകുന്നത്. Our constitution protected every religion, every caste, had provisions for the protection of each and every single citizen of our nation. ഈ രാജ്യത്തെ എല്ലാ പൗരർക്കും എല്ലാ മതങ്ങളെയും എല്ലാ ജാതികളെയും എല്ലാ മനുഷ്യരെയും തുല്യമായി സംരക്ഷിക്കാനുള്ള വ്യവസ്ഥകൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്. So where are we today? പക്ഷേ ഇന്ന് നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? I stand here before you 10 years into the BJP rule over this country. ഈ രാജ്യത്തെ BJP ഭരിച്ച 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് സംസാരിക്കുന്നത്. Prime Minister Narendra Modi has been our Prime Minister for 10 whole years. 10 വർഷങ്ങൾ, കഴിഞ്ഞ 10 വർഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. In these 10 years, almost every institution that was created to protect our democracy, that was created to uphold your rights, has been weakened or almost destroyed. ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി സ്ഥാപിച്ച എല്ലാ സ്ഥാപനങ്ങളും, ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ഒരുപക്ഷെ ദുർബലമാക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായി തന്നെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. Our media is almost completely controlled by extremely rich friends of the Prime Minister, who also control a large sector of the industry of our nation. പ്രധാനമന്ത്രിയുടെ അതിസമ്പന്നരായ സുഹൃത്തുക്കളാണ് ഈ രാജ്യത്തെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത്. അവർ തന്നെയാണ് ഈ രാജ്യത്തെ ഒരുമാതിരി എല്ലാ വ്യവസായങ്ങളും അവരുടെ കയ്യിലാണ്. Our judiciary is bullied. നമ്മുടെ ജുഡീഷ്യറിയെ അവർ ഭീഷണിപ്പെടുത്തുകയാണ്. Every agency of the government is utilized to extort money and to harass and bully those who are against the government. ഗവൺമെന്റിനെതിരെയുള്ളവരെ ഭീഷണിപ്പെടുത്താനും അവരുടെ കയ്യിൽ നിന്ന് പണം കൊള്ളയടിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഓരോ ഏജൻസിയെയും സ്ഥാപനത്തെയും അവർ ദുരുപയോഗം ചെയ്യുകയാണ്. The Prime Minister and his colleagues speak about changing the Constitution of India. പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഇന്ത്യൻ ഭരണഘടനയെ മാറ്റുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. That constitution which exists to protect your freedoms. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ, അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള ഭരണഘടനയെ മാറ്റുന്നതിനെ കുറിച്ചാണ് പ്രധാനമന്ത്രി സഹപ്രവർത്തകർ സംസാരിക്കുന്നത്. They want to weaken your participation in our democracy. They want to weaken you. നിങ്ങളെ ദുർബലപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ നിങ്ങളുടെ പങ്കാളിത്തം ദുർബലപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നു. Elections come. Leaders of all political parties come and make speeches like I am making to you today. തെരഞ്ഞെടുപ്പ് സമയമാണ്. എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ നിങ്ങളോട് വന്ന് നിങ്ങളുടെ മുൻപിൽ പ്രസംഗിക്കും. ഉദാഹരണത്തിന് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് പോലെ. And what truly makes me sad is that every election, most of the speeches of the BJP and its leaders are not about your issues. പക്ഷെ നിങ്ങൾക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയുടെയും നേതാക്കളും BJP അവരുടെ നേതാക്കൾ വന്ന് സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ, നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചല്ല. They don't talk about the issues of farmers in our country. They don't talk about the issues of fishermen. They don't talk about the issues of women. They don't talk about how expensive everything has become and how difficult it has become for the common man to manage just his daily morning to evening
expenses. അവർ ഈ രാജ്യത്തെ കർഷകരെ കുറിച്ച് സംസാരിക്കുന്നില്ല, അവർ ഈ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല, അവർ ഈ രാജ്യത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഈ രാജ്യത്തെ സാധാരണ മനുഷ്യരെ ഓരോ ദിവസത്തെയും ചെലവ് താങ്ങുന്നത്, ജീവിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് BJPയുടെ നേതാക്കൾ നിങ്ങളോട് ഇലക്ഷൻ കാലത്ത് സംസാരിക്കുന്നതേയില്ല. Nobody tells you that the unemployment rates now are higher than they ever were in 45 years. ഈ രാജ്യത്ത് 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഇപ്പോൾ ഉള്ളതെന്ന് നിങ്ങളോട് ആരും വന്ന് പറയുന്നില്ല. There are more young men and women qualified to get jobs who are jobless today in India than they ever were before. മുമ്പൊന്നും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ജോലി ചെയ്യാൻ യോഗ്യതയുള്ള, ജോലി കിട്ടാൻ അർഹതയുള്ള, പക്ഷെ തൊഴിലില്ലാത്ത അനേകം യുവാക്കളും യുവതികളും ഇന്ന് ഇന്ത്യയിൽ മുമ്പുണ്ടതിനേക്കാളും കൂടുതലുണ്ട്. In the Congress government, the unemployment rate was 2.2%. Today it is 6.6%. കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോൾ തൊഴിലില്ലായ്മ നിരക്ക് 2.2%, എന്നാൽ ഇത് 6.6% ഇന്ന് മാറിയിരിക്കുകയാണ്. And yet, during elections, nobody comes here and tells you how they are going to create jobs for you. പക്ഷേ എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങളോട് വന്ന് ആരും പറയുന്നില്ല നിങ്ങൾക്ക് വേണ്ടി അവരെങ്ങനെയാണ് തൊഴിലുണ്ടാക്കാൻ പോകുന്നത്, തൊഴിൽ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് ആരും പറയുന്നില്ല. 10 years ago, you were promised 2 crore jobs. You never saw the truth of that. 10 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് എന്താണ്? 2 കോടി തൊഴിലവസരങ്ങൾ. പക്ഷേ അതിന്റെ സത്യം അതൊരിക്കലും നിങ്ങൾ കണ്ടിട്ടില്ല. During the Congress government, 7.5% was our average growth rate. Today it is 5.9%. Yet if you switch the TV on, you look at the media, you listen to the speeches of the BJP leaders, all you are told is that the economy is booming and everybody is doing very well. കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് 7.50%, 7% വളർച്ചാ നിരക്കുണ്ടായിരുന്നു. ഇന്ന് ഇത് 5.5% കുറഞ്ഞിരിക്കുന്നു. പക്ഷെ നിങ്ങൾ മാധ്യമങ്ങളിൽ നോക്കിയാൽ BJPയുടെ നേതാക്കൾ സംസാരിക്കുന്ന കേട്ടാൽ നിങ്ങൾ എന്താണ് അവർ പറയുന്നത്? നമ്മുടെ സമ്പദ് വ്യവസ്ഥ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. Agricultural growth rate has fallen from 4.6% to 1.8%. Household savings have dropped. The debt on the country has gone from 55 lakh crore rupees to 205 lakh crore rupees. കാർഷിക മേഖലയിലെ വളർച്ച 1% താഴെ വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ കുടുംബങ്ങളുടെ സമ്പാദ്യം വളരെ അധികം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ ദേശീയ കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. So life is difficult for you. നിങ്ങൾക്കറിയാം ഈ സാഹചര്യത്തിൽ ജീവിക്കുക എന്നത് നിങ്ങൾക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. Whichever part of India I go to, people are struggling. They go to buy things for their families. They are unable to make ends meet. Every member of the family is trying to do some sort of job, trying his best to earn, but the earnings are not enough. You need to buy a new uniform for your children. You need to go get something for the school. There's a festival you would like to celebrate. You would like to buy new things. Everything has become a tension. ഞാൻ രാജ്യത്തിന്റെ ഏതു ഭാഗത്ത് പോയാലും മനുഷ്യർ ജീവിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കണം, കുട്ടികൾക്ക് യൂണിഫോം വാങ്ങിക്കണം, അവർക്ക് സ്കൂളിലെ ആവശ്യങ്ങളുണ്ട്, ഉത്സവങ്ങൾ വരുമ്പോൾ ആഘോഷിക്കാൻ വാങ്ങിക്കണം. പക്ഷെ ഇതൊന്നും വാങ്ങിക്കാനുള്ള പൈസ സാധാരണക്കാരുടെ കയ്യിലില്ല. മനുഷ്യർ ജീവിക്കാൻ ഈ രാജ്യത്തിന്റെ പല ഭാഗത്തും ബുദ്ധിമുട്ടുകയാണ്. Here in Kerala, petrol and diesel prices are the highest in the whole country. ഈ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും ഏറ്റവും കൂടുതൽ വിലയുള്ളത് കേരളത്തിലാണ്. You're not getting fair price for your paddy. നിങ്ങൾക്ക് നെല്ലിന് ന്യായമായ വില ലഭിക്കുന്നില്ല. Fishermen are struggling with no support from the center or the state. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും യാതൊരു പിന്തുണയും ഇല്ലാതെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. And 1 in 3 young men and women are unemployed in Kerala. 3 പേരിൽ ഒരാൾ എന്ന രീതിയിൽ കേരളത്തിലെ യുവതി യുവാക്കൾക്ക് തൊഴിലില്ലാത്ത സാഹചര്യമാണ് ഇന്നുള്ളത്. On top of that, you have a state government in which all the jobs go to party workers and the average person never sees the light of a job. അത് മാത്രമല്ല, ഇതിനെല്ലാം ഉപരിയായിട്ട് ഏതു ജോലി ഉണ്ടെങ്കിലും അവരുടെ പാർട്ടി പ്രവർത്തകർക്ക് മാത്രം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലുള്ളത്. ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യവും ഇവിടെയില്ല. I know that you have the highest NRI population in this area and that so many of you send members of your family outside the country. They work hard, they send you
money, they send you support, but at the end, this is their motherland. If they had a choice, they would rather have lived here with you, stayed with you, and worked over here. എനിക്കറിയാം ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള സ്ഥലമാണ്. നിങ്ങളുടെ ഒക്കെ വീട്ടുകളിൽ നിന്ന് നിങ്ങൾ ഒരാളെങ്കിലും പുറത്തുണ്ടായിരിക്കും, പുറത്തു പോയിട്ടുണ്ടായിരിക്കാം. അവർ അവിടെ പണി ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, നിങ്ങൾക്ക് പൈസ അയച്ചു തരുന്നു, അതെല്ലാം ശരിയാണ്. പക്ഷേ അവരുടെ മുന്നിൽ ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ നാട് വിട്ടു പോയില്ലായിരുന്നു. അവർക്കിവിടെ ജോലി കിട്ടുമായിരുന്നെങ്കിൽ അവർ ഈ നാട് വിട്ടു പോയില്ലായിരുന്നു. കാരണം അത് ഇവരുടെ മാതൃഭൂമിയാണ്, ജനിച്ച നാടാണ്. അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. The situation has become so difficult that many youth from Kerala are being forced to go and work in the Russian war front where there is a war. ശരിക്കും നമുക്കറിയാം, റഷ്യൻ യുദ്ധമുഖത്ത് പോലും കേരളത്തിൽ നിന്ന് പല യുവജനങ്ങൾ അവിടെ പോയി ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിന്ന് നിലവിലുള്ളത്. Over 21 lakh people from Kerala have been forced to leave their hometowns to look for employment. തൊഴിൽ തേടി ഏകദേശം 21 ലക്ഷത്തിലധികം യുവതീ യുവാക്കൾ ജനങ്ങൾ കേരളത്തിൽ നിന്ന് തൊഴിൽ തേടി പുറത്തേക്ക് പോകാൻ നിർബന്ധിതരായ സാഹചര്യം. And yet, whether it is the chief minister or it is the BJP government at the center, they are silent on these issues. പക്ഷേ ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണെങ്കിലും കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് ആണെങ്കിലും ഈ പ്രശ്നങ്ങളെക്കുറിച്ച് നിശബ്ദരായിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. You know, like in a football match, when you have a compromised player, you can't win the match. In the same way, your CM is compromised. He only attacks my brother and the Congress party. He never attacks the BJP. ഒരു കാര്യം പറയട്ടെ, ഒരു ഫുട്ബോൾ മാച്ചിൽ ഒരു കളിക്കാരൻ എതിർഭാഗത്തുള്ളവരോട് അനുരഞ്ജനം, ഒത്തുതീർപ്പ്, ഒത്തുകളി നടത്തിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ കളി ജയിക്കാൻ പറ്റില്ല. അതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒത്തുതീർപ്പ് ചെയ്യുന്ന, അനുരഞ്ജനം ചെയ്യുന്ന, ഒത്തുകളിക്കുന്ന ആളാണ്. അദ്ദേഹം എൻ്റെ സഹോദരനെയും കോൺഗ്രസ് പാർട്ടിയെ മാത്രമേ ആക്രമിക്കുന്നുള്ളൂ. അദ്ദേഹം BJPക്കെതിരെ ഒരക്ഷരം പറയുന്നില്ല. Have you ever thought about it? His name came up in so many scams, Life Mission and gold scam and so many scams. But how come Mr. Narendra Modi's government, the BJP government, never put cases on him, never did any raids on him, no action has been taken on him? നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സ്വർണ്ണ കള്ളക്കടത്തിൽ, ലൈഫ് മിഷൻ അഴിമതിയിലൊക്കെ അദ്ദേഹത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് അദ്ദേഹത്തെ ഉപദ്രവിക്കാത്തത്, അദ്ദേഹത്തിനെതിരെ കേസെടുക്കാത്തത്, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Kerala BJP president was caught with crores during the election. No action was taken on him. കേരളത്തിലെ BJPയുടെ പ്രസിഡന്റിനെ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് കയ്യിൽ കോടികളുമായിട്ട് പിടികൂടി. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. One man walked from Kanyakumari to Kashmir to beg this country to unite, to show you the way that was the way of Gandhiji, the way of peace, the way of harmony, the way of progress. ഈ സാഹചര്യത്തിലാണ് ഒരു മനുഷ്യൻ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് സമാധാനത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി, ഗാന്ധിജിയുടെ മാർഗത്തിന് വേണ്ടി, സമൃദ്ധിക്ക് വേണ്ടി, സമാധാനത്തിനോട് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടന്നത്. He spoke to you, he mingled with you, he asked you what your problems are, he understood the greatest suffering today is being caused by unemployment and price rise. He spoke about these issues and he continues to speak about these issues. അദ്ദേഹം ഈ നടന്ന സമയത്ത് നിങ്ങളോട് സംസാരിച്ചു, നിങ്ങളോട് ഇടപഴകി, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അതുമാത്രമല്ല, ഇന്നും ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുമാത്രമല്ല, ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. This man raises his voice against injustice. He stands for the truth. He fights for the truth. He fights for democracy. And the Chief Minister of Kerala only attacks this one man. ഈ മനുഷ്യൻ അനീതിക്കെതിരെ അദ്ദേഹത്തിന്റെ ശബ്ദമുയർത്തുന്നു. അദ്ദേഹം സത്യത്തിന് വേണ്ടി സംസാരിക്കുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. അദ്ദേഹം ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കുന്നു. എന്നിട്ടും ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ മാത്രം വിമർശിക്കുന്നത് എന്തിനാണ്? അദ്ദേഹത്തിനെതിരെ മാത്രം സംസാരിക്കുന്നത് എന്തിനാണ്? So my friends, with all the problems that you are facing, the difficulties in your daily life, the rising unemployment, the rising prices,
All these immense problems my fishermen brothers and sisters are also facing here. Do you not expect that your chief minister and the prime minister should be addressing these problems? നിങ്ങൾക്ക് തോന്നുന്നില്ലേ നിങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അങ്ങനെ സാധാരണ ജനങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ളപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഈ രാജ്യത്തെ മുഖ്യമന്ത്രിയും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ രാജ്യത്തെ പ്രധാനമന്ത്രിയും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ കൊണ്ട് മുന്നോട്ട് വരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? When there is violence against women, which you know that we women are facing across the nation, not only the central government in the BJP, but your state government also protects the culprits instead of punishing them. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്ത് മുഴുവൻ സ്ത്രീകൾ അതിക്രമങ്ങൾ നേരിടുമ്പോൾ അത് കേന്ദ്രത്തിൽ മാത്രമല്ല കേരളത്തിലും നടക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് മാത്രമല്ല കേരളത്തിലെ ഗവൺമെന്റും അവിടെ കുറ്റവാളികളെ സ്ത്രീകൾക്കെതിരെ കുറ്റവാളികളെ അതിക്രമങ്ങൾ നടത്തുന്ന കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് താല്പര്യം കാണിക്കുന്നത്. In Kerala you saw this in Vallayar, Pallatai and Vandiperiyar cases. വാളയാറിൽ നിങ്ങൾ കണ്ടു, വണ്ടിപ്പെരിയാറിൽ ഈ സാഹചര്യം നിങ്ങൾ കേരളത്തിൽ കണ്ടു. The whole country watched when a soldier's wife was paraded in front of the whole country in Manipur and molested, and the government turned its back on her. നിങ്ങൾക്കറിയാം, ഈ രാജ്യം മുഴുവൻ കണ്ടതാണ് മണിപ്പൂരിൽ ഒരു പട്ടാളക്കാരന്റെ ജീവിത പങ്കാളിയായ സ്ത്രീ അധിക്ഷേപിക്കപ്പെട്ട് അവരെ നഗ്നയായി രാജ്യത്തിന് മുൻപിൽ പരേഡ് ചെയ്തപ്പോൾ ഗവൺമെന്റ് ഒരു പിന്തുണയ്ക്കും ആ സ്ത്രീയുടെ ഒപ്പം നിന്നില്ല എന്നുള്ളത് ഈ രാജ്യം മുഴുവൻ കണ്ടതാണ്. The rapists of Bilkis Bano were released and welcomed with garlands by BJP workers. ബിൽക്കിസ് ബാനുവിനെ ബലാത്കാരം ചെയ്ത കുറ്റവാളികളെ, റേപ്പിസ്റ്റുകളെ അവരെ പുറത്തുവിടുകയും അവരെ മാലയിട്ട് സ്വീകരിക്കുകയുമാണ് BJPയുടെ പ്രവർത്തകർ ചെയ്തത്. The perpetrators of rapes and murders in places like Hathras and Unnao were protected by the BJP. ഹത്രാസിലും ഉന്നാവും പോലെയുള്ള സ്ഥലങ്ങളിൽ ബലാത്കാരം ചെയ്യുന്നവർ, കൊലപാതകികൾ, ഇവരെയൊക്കെ സംരക്ഷിക്കുകയാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. And even our women Olympic wrestlers, when they complained that they had been molested and they protested on the streets of Delhi for days just asking for justice, their voices went unheard. Modi ji's house is just a few kilometers away. He invited them for tea when they won gold medals. He participated in their victory, but when they were in pain, when they asked for justice, he refused to even speak to them. നമ്മുടെ ഗുസ്തി മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വനിതാ പ്രവർത്തകർ, നമ്മുടെ വനിതാ കായിക താരങ്ങൾ അവർ നേരിട്ട ലൈംഗിക അധിക്ഷേപത്തിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ അവരുടെ ഒപ്പം നിൽക്കാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. അദ്ദേഹം താമസിച്ചത് അവർ ഡൽഹിയിലെ നിരത്തുകൾ പ്രതിഷേധിച്ചതിന്റെ തൊട്ടടുത്താണ്. അവർ ജയിച്ചപ്പോൾ, അവർക്ക് വിജയമുണ്ടായപ്പോൾ, അവർ രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക്സിൽ മെഡലുകൾ നേടിയപ്പോൾ പ്രധാനമന്ത്രി അവരുടെ വിജയത്തിൽ പങ്കെടുത്തു. പക്ഷെ അവർക്ക് ദുഃഖമുണ്ടായപ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ അദ്ദേഹം തയ്യാറായില്ല. So I think in this election there are two main issues on which you need to think very deeply before you cast your vote. എനിക്ക് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ആഴത്തിൽ ചിന്തിക്കേണ്ടത് ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ചാണ്. The first and most important one is what I was talking about before, is that we are now in a fight to protect the democracy of our country. ആദ്യത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞതാണ്. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് നമ്മൾ എന്നിപ്പോൾ. നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് അതാണ്. Today you are not only voting for Sri Anto Antony. You are not only voting for the Congress party. Today when you cast your vote, you are voting for the democracy of this country, to save it. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രീ ആന്റോ ആന്റണിക്ക് മാത്രമല്ല വോട്ട് ചെയ്യുന്നത്, നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമല്ല വോട്ട് ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. You are voting to protect that constitution which has given you the right to vote. നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അവകാശം നൽകിയ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കണം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. You are voting to protect the harmony with which you are living and you can progress. നമ്മൾ എല്ലാവരും ഒരുമിച്ച് പരസ്പരം
പരസ്പരം ജീവിക്കുന്ന സാഹോദര്യത്തെ, പൊരുത്തത്തെ, ഐക്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടും ഒരുമിച്ച് പുരോഗതിയിലേക്ക് മുൻപോട്ട് പോകുന്നതിന് കാരണമായ ഹാർമണിയെ, പൊരുത്തത്തെ സംരക്ഷിക്കാനായിരിക്കണം നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. You are voting to protect the institutions that give you justice when you are in pain. നിങ്ങൾ ബുദ്ധിമുട്ടിലാകുമ്പോൾ, വേദനയിലാകുമ്പോൾ നിങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്ന സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. You are voting to uphold everything that our forefathers fought for. Our freedom movement fought for. Mahatma Gandhi fought for. നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭകാലത്ത് നമ്മുടെ പൂർവികർ, നമ്മുടെ മഹാത്മജി, അവരൊക്കെ എന്തൊക്കെ മൂല്യങ്ങൾക്ക് വേണ്ടിയാണോ പോരാടിയത്, ആ മൂല്യങ്ങളെ എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കണം ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. So the first and most important issue is that you are not voting only for yourself, only for your constituency, only for your state. You are actually going to cast this vote in the name of everything that India has stood for until today. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ മണ്ഡലത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടി മാത്രമല്ല, പക്ഷേ ഈ രാജ്യം പ്രധാനമായി മഹത്തരമായി കാണുന്ന എല്ലാ മൂല്യങ്ങൾക്കും വേണ്ടിയാണ്, ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. Now the second thing that is the most important is that you need to redirect the focus of Indian politics towards issues that matter to you. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിലെ രണ്ടാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ ഈ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് തിരിച്ചുവിടാനുള്ള ഉത്തരവാദിത്തം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ട്. You need to force every politician, whichever party he or she belongs to come here on this stage and tell you what are they going to do for you. നിങ്ങൾ എല്ലാ പാർട്ടിയിലെയും, ഏത് പാർട്ടിയിലെയും രാഷ്ട്രീയ പ്രവർത്തകരാവട്ടെ, അവർ ഈ സ്റ്റേജിൽ വന്ന് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരെ നിർബന്ധിക്കണം, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങളോട് പറയണം എന്ന് നിങ്ങൾ അവരെ നിർബന്ധിക്കണം. How are they going to help you face rising prices? How are they going to help you get employment? How are they going to help the women of India to stand up on their own feet? You need to ask hard questions and you need to compel them to give you answers. നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട് ചോദിക്കണം. ഈ രാജ്യത്തെ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം തടയാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയെ നേരിടാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ രാജ്യത്തെ സ്ത്രീകളെ സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തമാകാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അവരോട് ചോദിച്ച് അവരിൽ നിന്ന് ഉത്തരങ്ങൾ നിങ്ങളെ നൽകാൻ അവരെ നിങ്ങൾ നിർബന്ധിക്കണം. That's why in this election the Congress party, sweet, come here. Come with me here. Come on. Yeah, tell him to come. Come here. Carefully. What is his name? മോനെ പേരെന്താ? He's not listening. Come. Come, we'll put a chair. Come sit. ആ കുഞ്ഞിന്റെ പേരെന്താന്നറിയോ? Got his own chair. പേരെന്താ? Ma'am, he's Anthony. Okay. He's Yeah, Anthony. Sorry, small interruption. ചെറിയൊരു തടസ്സം, ചെറിയൊരു ഇടവേള, ക്ഷമിക്കണം. Carefully. Madam, you can garland here. Two minutes.
Come, you sit at the back. Please sit down. Okay, now I can continue. ഞാനിപ്പോൾ തുടർന്ന് സംസാരിക്കാം. Thank you. So the second thing, which is the most important issue, is that you must see to it that Indian politics starts responding to your struggles, your fights, your problems, and your daily issues. നിങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളോട്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളോട്, നിങ്ങളുടെ പോരാട്ടങ്ങളോട് പ്രതികരിക്കാൻ ശേഷിയുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ചുമതല ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ട്. This is why in this election the Congress party has taken out a very elaborate manifesto in which we have said that we will give you certain guarantees. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വിപുലമായ ഒരു പ്രകടന പത്രികയുമായി, നിങ്ങൾക്ക് ധാരാളം ഉറപ്പ് നൽകുന്ന ഒരു പ്രകടന പത്രികയുമായി കോൺഗ്രസ് പാർട്ടി മുൻപോട്ട് വന്നിരിക്കുന്നത്. So I would like to read out to you some of the guarantees that will help you to face the issues that you are facing today. നിങ്ങൾ ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങളും, ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന ചില ഉറപ്പുകൾ, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ നൽകിയിട്ടുള്ള ചില ഉറപ്പുകളെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ The Congress party guarantees that rubber will be given agricultural status. റബ്ബറിന് കൃഷിയുടെ കാർഷിക വൃത്തിയുടെ പദവി നൽകുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉറപ്പ് നൽകുന്നു. We will make cooperative banks specially for fishermen. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക സഹകരണ ബാങ്കുകൾ സ്ഥാപിക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. And in order to financially support the fishermen community, you will be given ID cards and credit cards. നമ്മുടെ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി ID കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും അവർക്ക് നൽകുന്നതായിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. Special diesel subsidy and insurance cover will be given to all fishermen. പ്രത്യേക സബ്സിഡിയും അതുപോലെ തന്നെ ഇൻഷുറൻസ് പരിരക്ഷയും നമ്മുടെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾക്ക് നൽകുന്നതായിരിക്കും. And you will have insurance cover for your fishing boats also. അത് മാത്രമല്ല, മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന യാനങ്ങൾക്കും ബോട്ടുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതായിരിക്കും. All across the country, yes, all across the country, we will make MSP a law. നമ്മള് രാജ്യം മുഴുവൻ മിനിമം താങ്ങുവില എന്ന് പറയുന്നത് നിയമപരമായി നമ്മുടെ കർഷകർക്ക് ഉറപ്പാക്കും. Today the central government has 30 lakh vacant jobs. We will fill these vacancies when we come to power. ഇന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിൽ ഏകദേശം 30 ലക്ഷം തസ്തികകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഉടനടി ഈ തസ്തികകളിലേക്കെല്ലാം നിയമനം നടത്തുമെന്ന് ഉറപ്പ് നൽകുന്നു. For my young friends, we are coming up with an apprenticeship program so that your first job is guaranteed and you get at least 1 lakh rupees after you finish your studies. എന്റെ പ്രിയപ്പെട്ട യുവജനങ്ങളായ സുഹൃത്തുക്കൾക്ക് വേണ്ടി തൊഴിൽ പരിശീലനത്തിലുള്ള അവകാശം നിയമമാക്കുന്ന ഒരു ഉറപ്പുമായി ഞങ്ങൾ വരികയാണ്. നിങ്ങൾക്ക് തൊഴിൽ പരിശീലനത്തോടൊപ്പം തന്നെ 1 ലക്ഷം രൂപയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആ പദ്ധതിയിലൂടെ ലഭ്യമാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ആദ്യത്തെ തൊഴിലും ആ പദ്ധതി ഉറപ്പ് നൽകും. To the eldest woman in every family, we guarantee 1 lakh rupees per year. അതുപോലെ തന്നെ കുടുംബത്തിലെ സ്ത്രീകൾക്ക്, ഒരു സ്ത്രീക്ക് നമ്മൾ ഓരോ വർഷവും 1 ലക്ഷം രൂപയും ഉറപ്പ് നൽകുന്നു. This is to help you face, because we know that women carry the brunt of rising prices. We know how difficult it is for you, and this is for you to help you face the difficulties that are before you. കാരണം ഞങ്ങൾക്കറിയാം, ഈ രാജ്യത്തെ വിലക്കയറ്റത്തിന്റെ ദുരിതം, ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇന്ത്യയിലെ സ്ത്രീകളാണ്. ആ സാഹചര്യത്തിൽ നിന്നും സ്ത്രീകൾക്ക് ഒരു പിന്തുണ നൽകുന്നതിന് വേണ്ടി, അവരെ സഹായിക്കുന്നതിന് വേണ്ടി ആണ് ഈ തുക ഞങ്ങൾ സ്ത്രീകൾക്ക് നൽകുന്നത്. Where there was a Congress government in Rajasthan, we had a successful health insurance program which provided up to 25 lakh rupees of health services for free. രാജസ്ഥാനിൽ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോൾ 25 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ സൗജന്യമായി ഉറപ്പാക്കുന്ന ഒരു പദ്ധതി അവിടെ ഉണ്ടായിരുന്നു. We intend to have such a program all across India
so that you can benefit from this health insurance and good, strong health services. അതുപോലെയുള്ള ഒരു പദ്ധതി രാജസ്ഥാൻ ഗവൺമെന്റ് നടപ്പിലാക്കിയതുപോലെയുള്ള ഒരു പദ്ധതി ഈ രാജ്യം മുഴുവൻ നടപ്പിലാക്കണം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങളും ആരോഗ്യ പരിരക്ഷയും ലഭ്യമാക്കുന്ന ഈ പദ്ധതി ഇന്ത്യ മുഴുവൻ ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കും. We will take action to address the problem in Manipur and the violence in Manipur. And we will scrap the CAA law. മണിപ്പൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മണിപ്പൂരിലെ അക്രമം ഇല്ലാതാക്കുന്നതിനുമുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അതുപോലെ തന്നെ പൗരത്വ നിയമത്തിൽ വരുത്തിയ ഭേദഗതി ഞങ്ങൾ റദ്ദാക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. Education loans, there will be a waiver for education loans, and that should help young people, young men and women to finish and complete their studies. In addition to this, there will be a 5,000 crore startup fund that will help you if young people want to start their own business. That fund will be specially for them. അതുമാത്രമല്ല ഈ രാജ്യത്ത് ധാരാളം വിദ്യാഭ്യാസ കടങ്ങളുണ്ട്. അതിൽ വിദ്യാഭ്യാസ കടങ്ങൾ എഴുതി തള്ളാനുള്ള ഒരു ഉറപ്പ് ഞങ്ങൾ നൽകുന്നു. അത് ഈ രാജ്യത്തെ ഒരുപാട് യുവജനങ്ങളുടെ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സഹായിക്കും. അതുപോലെ യുവജനങ്ങൾക്ക് വേണ്ടി 5,000 കോടിയുടെ ഒരു സ്റ്റാർട്ടപ്പ് ഫണ്ട് ഈ രാജ്യത്തെ സംരംഭകർക്ക് വേണ്ടി അതും കൂടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. So my friends, my sisters and brothers, as I said, the two most important things when you go to vote are for you to think about where our country is heading, to think about how your vote is going to contribute to protect our democracy, to protect our constitution, and to protect your rights and reservations. ആദ്യമായിട്ട് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പോകുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ രാജ്യം എങ്ങോട്ട് പോവുകയാണ്. നിങ്ങളുടെ വോട്ട് ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും ഈ രാജ്യത്തെ ഭരണഘടനയും നിങ്ങളുടെ അവകാശങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രധാനമായി ഓർക്കേണ്ടത്. And the second is that you focus on yourselves. Not on any political party, not on any leader, on yourselves. How is your life going to improve when you cast your vote? If you are going to give your vote to a party that only distracts you, that only spreads divisiveness between you, that only creates social problems between you, then you are not going to progress. If you want to vote for progress, you want to vote for the unity of this country, and most importantly, you want to vote for a bright future for your children, then your vote must go to the Congress Party and the UDF. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനമായി നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു മാറ്റുന്ന, ഈ രാജ്യത്തെ വിഭജിക്കുന്ന, ഈ രാജ്യത്ത് സാമൂഹ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണോ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ സമൃദ്ധിക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ സമൃദ്ധിക്ക് വേണ്ടി, നിങ്ങളുടെ സുരക്ഷിതമായ ഒരു ഭാവിക്ക് വേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. Because as I said, this election must be an election about you, the people of India. This election must be an election about the democracy of India, about the constitution of India, and about the future of this great nation for whom so many have laid down their lives. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ കുറിച്ചുള്ള തെരഞ്ഞെടുപ്പായിരിക്കണം. ഈ രാജ്യത്തെ ജനാധിപത്യത്തെ കുറിച്ചുള്ള തെരഞ്ഞെടുപ്പായിരിക്കണം. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ചുള്ള തെരഞ്ഞെടുപ്പായിരിക്കണം. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ച അനേകം മനുഷ്യരെ ഓർക്കുന്ന, അവരുടെ ജീവിതത്തെ കുറിച്ച് ഓർക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം. So there are times in our lives as a nation, as a people, when we need to look beyond ourselves and think of the country that has given us life, that has given us hope, and that has given us sustenance. നിങ്ങൾക്കറിയാം, നമ്മുടെ ജീവിതത്തിലും ഒരു രാജ്യം എന്ന നിലയിലും വ്യക്തികൾ എന്ന നിലയിലും നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മൾക്കുപരിയായി, നമ്മളിൽ നിന്നപ്പുറം നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. നമുക്ക് ജീവൻ നൽകിയ, നമുക്ക് പ്രതീക്ഷ നൽകിയ, നമ്മെ ജീവിപ്പിക്കുന്ന, നമ്മെ നിലനിർത്തിക്കുന്ന ഈ രാജ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. And this is one of those times. It is one of those rare times in the history of our country where we need to stand up and make our vote count for the right things. ഇത് അങ്ങനെയുള്ളൊരു സമയമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ അപൂർവമായ ഒരു സമയമാണ്.
ഏത് സമയത്താണോ നമ്മൾ ധൈര്യപൂർവ്വം നിന്ന് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിന്ന് നമ്മുടെ വോട്ട് എത്ര പ്രധാനമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുന്ന അതിപ്രധാനമായ അപൂർവമായ ഒരു അവസരമാണ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്ന്. Where we need to choose truth over lies. നമ്മൾ സത്യം നുണകൾക്കുപരിയായി നമുക്ക് സത്യം തിരഞ്ഞെടുക്കണം. Where we need to choose honesty over greed. അത്യാഗ്രഹത്തിനുപരിയായി നമ്മൾ സത്യസന്ധതയെ തിരഞ്ഞെടുക്കണം. Where we need to choose unity over divisiveness. വിഭാഗീയതയ്ക്കുപരിയായി നമ്മൾ ഐക്യത്തെ തിരഞ്ഞെടുക്കണം. And where we need to choose India first and foremost. അത് മാത്രമല്ല എല്ലാറ്റിനും ഉപരിയായി നമ്മൾക്ക് നമ്മുടെ ഇന്ത്യയെ തിരഞ്ഞെടുക്കേണ്ട തെരഞ്ഞെടുപ്പാണിത്. You're a better speaker than me. So you have all listened to me very carefully, and I'm very grateful to you because you've come from far off and you've sat here and listened to my words. I hope that you absorb them and you think about them deeply when you go to vote. Because as I said, this election is about bigger things. It is about you. It is about India. And we all need to stand up today for what is right. Thank you very much for all your good wishes and for all your support. Jai Hind. നിങ്ങൾ എല്ലാവരും പലയിടത്തു നിന്ന് വന്ന് എന്നെ ശ്രദ്ധാപൂർവ്വം കേട്ടു. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന്. മറ്റെല്ലാത്തിലും ഉപരിയായി നമ്മളെക്കാളും ഉപരി നമ്മൾ ഈ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങളുടെ എല്ലാ ആശംസകൾക്കും നന്ദി. താങ്ക് യു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.